Now we go to redox titrations. Redox titrations. See, we have a reaction, permanganate ions, that to acidified potassium permanganate. Acidified potassium permanganate. It reacts with Fe2 plus and get converted into manganese ions, and Fe2 plus is oxidized into Fe3 plus. Simply redox reaction. See, potassium permanganate, isn't it? Yes. It is a characteristic color. You know that one, isn't it? Yes. Almost a violet pink color there it is. And you treat it with Fe2 plus, get converted into Mn2 plus and Fe3 plus. Clear now? In aqueous solution, manganese 2 plus or manganese ions means it is almost colorless, and in dilute solution it is very colorless. Clear down. Actually it is feebly colored, a slight pink color will be there. You cannot notice that one in dilute solution. So almost colorless solution you will get. Clear down. So color of permanganate will be disappearing due to this reaction. Clear down. See, we have certain amount of permanganate to which you add a solution of acidified ferrous sulfate. You add permanganate, potassium permanganate solution to which you add acidified ferrous sulfate. So reaction you conduct in acidic medium. Ferrous ions will reduce manganese from +7 to +2. Reaction goes on. Reaction goes on. And when all the manganese ions from permanganate ions from +7 to +2 are reduced, complete ആയിട്ട് പെർമാംഗനേറ്റ് അയോൺസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇയാളില്ല, കംപ്ലീറ്റ് അവിടെയാണ് ഉള്ളത്. അതിൻ്റേതോ, ഇതിൻ്റെ കളറോ, അതിൻ്റെ കളർ അത് കളർലെസ് ആണ്. പറഞ്ഞ മനസ്സിലായോ? പെർമാംഗനേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് കാരക്ടറിസ്റ്റിക് കളറുണ്ട്. ഇതിനകത്തേക്ക് നിങ്ങൾ എന്ത് ആഡ് ചെയ്തു? ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്തു, ആസിഡിഫൈഡ് ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്തു. എന്ത് തുടങ്ങി? റിയാക്ഷൻ തുടങ്ങി. റിയാക്ഷൻ തുടങ്ങി ഇങ്ങനെ വരുമ്പോൾ ആ പ്രോഡക്റ്റ് ഇങ്ങനെ കിട്ടിത്തുടങ്ങും. ഇപ്പോൾ പെർമാംഗനേറ്റിൻ്റെ ഇതിൻ്റെ എമൗണ്ട് ഇങ്ങനെ കുറയും. അപ്പോൾ കളറിൽ ചെറിയ ഇൻറ്റൻസിറ്റിയിൽ കളർ ഇങ്ങനെ കുറഞ്ഞു വരും, ഇൻറ്റൻസിറ്റി കുറയും. അങ്ങനെ വന്ന് കംപ്ലീറ്റ് റിയാക്ഷൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. കളർ ഇങ്ങനെ ഫെയ്ഡായി വന്ന് ലാസ്റ്റിൽ കുറച്ച് പെർമാംഗനേറ്റ് മാത്രമേ ഉള്ളൂ. ആ ലാസ്റ്റ് ട്രേസ് ഓഫ് പെർമാംഗനേറ്റൂടെ അവിടുന്ന് റെഡ്യൂസ് ചെയ്ത് മാറിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ സംഭവം കിട്ടും. കണ്ടോ? യെസ്. അപ്പോൾ സൊല്യൂഷൻ ലാസ്റ്റ് ട്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കോൺസെൻട്രേഷൻ വളരെ കുറഞ്ഞു. കളർ എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ വേണം. മനസ്സിലായില്ലേ? ആ കോൺസെൻട്രേഷനിലേക്ക് താഴേക്ക് പോകുമ്പോൾ റിയാക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. കളർ എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് ഇയാൾ എന്ത് ചെയ്തു? റെഡ്യൂസ്ഡ് ആയി. അപ്പോൾ നമുക്ക് മനസ്സിലായി റിയാക്ഷൻ സ്റ്റോപ്സ്. റിയാക്ഷൻ സ്റ്റോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പെർമാംഗനേറ്റ് ഉണ്ടോ ഓൾമോസ്റ്റ് അത് കംപ്ലീറ്റ് എന്ത് ചെയ്തു? റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. മനസ്സിലായി? അത് എപ്പോഴും കളർ ഡിസ്ചാർജ്ഡ് ആകുമ്പോൾ, കളർ ഡിസപ്പിയർ ചെയ്യുമ്പോൾ. അപ്പം ഇവിടെ കളർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, റിയാക്ഷൻ കഴിഞ്ഞു എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, കളർ ചേഞ്ച് വഴി ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് വേറെ ആളാവശ്യമുണ്ടോ? ഇല്ല. ഇതൊരു സെർട്ടൻ എമൗണ്ട് എടുത്തു, ഇയാളുമായിട്ട് റിയാക്ട് ചെയ്തു, ഇയാൾക്ക് എന്താ? കളറുണ്ട്. ഈ റിയാക്ഷൻ അങ്ങനെ പ്രൊസീഡ് ചെയ്യുമ്പോഴോ ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് വരും. കളർ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ കളർ കുറഞ്ഞു വരും. ഇയാൾ എമൗണ്ട് എന്ത് ചെയ്യുക? കുറയാണ്. കുറഞ്ഞ് ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇയാൾ എമൗണ്ട് വളരെ കുറഞ്ഞു. അപ്പോൾ കളർ എക്സിബിറ്റ് ചെയ്യാൻ മാത്രം ഉണ്ടോ? ഇല്ല. വളരെ കുറച്ച് മതി. ഇയാൾ കുറച്ചുണ്ടെങ്കിൽ തന്നെ നല്ല കളർ വരും. അതിനേക്കും താഴേക്ക് പോയി, അപ്പോൾ ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം കംപ്ലീറ്റ് ഇയാൾ എന്ത് ചെയ്തു? റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. ആ കംപ്ലീറ്റ് അവിടെ എത്തുമ്പോൾ കളർലെസ് ആയി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കളർ ഡിസ്ചാർജ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ നമുക്ക് മനസ്സിലായി റിയാക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്ന പോയിന്റ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് എൻ പോയിന്റ് എന്ന് പറയുക. ആ എൻ പോയിന്റും റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പോയിന്റ് ഈക്വലൻ പോയിന്റും തമ്മിൽ കോയിൻസൈഡ് ചെയ്യണം.
റിയാക്ഷൻ എപ്പോഴോ അവസാനിച്ചു, നമുക്ക് കളർ ചേഞ്ച് വരുന്നത് പിന്നീട് എപ്പോഴെങ്കിലും ആണ്. അപ്പോൾ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമുക്ക് അതെ അത് സ്യൂട്ടബിൾ ആവില്ല. ഇവിടെ എന്ത് സംഭവിച്ചു? സ്യൂട്ടബിൾ ആണ്. വേറെ ഒരാൾ ആവശ്യമുണ്ടോ? ഇല്ല. എപ്പോഴാണോ കളർ ഡിസ്ചാർജ് ആവുന്നത് അപ്പോൾ റിയാക്ഷൻ കഴിഞ്ഞു. അപ്പം പെർമാംഗനേറ്റ് ക്യാൻ ആക്ട് ആസ് എ സെൽഫ് ഇൻഡിക്കേറ്റർ. അയാൾ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യും എന്ത് റിയാക്ഷൻ എവിടെ കഴിഞ്ഞു എന്നുള്ളത്. എപ്പോഴാണ് കഴിയുക? കളർ ഡിസപ്പിയർ ചെയ്യുമ്പോൾ. കളർ ജസ്റ്റ് ഡിസപ്പിയർ ചെയ്യുന്ന പോയിന്റ് എടുക്കുക, അവിടെയാണ് ഓൾമോസ്റ്റ് ഡിസപ്പിയർ ചെയ്യുന്ന പോയിന്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് എന്ത് റിയാക്ഷൻ കംപ്ലീറ്റ് ആയത്. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇയാൾ എന്തായിട്ട് ആക്ട് ചെയ്യും? സെൽഫ് ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യും. റിഡോക്സ് ടൈട്രേഷനാണ്, പെർമാംഗനോമെട്രി എന്ന് പറയും. ഇയാൾ യൂസ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് നിങ്ങളത് ലാബിൽ ചെയ്യും. ഇനി നമുക്ക് വരുന്നത് Cr2O7 ഡൈക്രോമേറ്റ് ആണ്. ഡൈക്രോമേറ്റിന് നമ്മൾ ഓക്സാലിക് ആസിഡ്, ഓക്സലേറ്റ് അയോൺസോ അല്ലെങ്കിൽ ഫെറസ് അയോൺസോ ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്തു. പെർമാംഗനേറ്റിന് നമുക്ക് ഫെറസ് അയോൺസ് ആയിട്ട് അല്ലെങ്കിൽ ഓക്സലേറ്റ് അയോൺസ് ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് Cr3+ വരും, പിന്നെ നമുക്ക് Fe3+ വരും. ഓറഞ്ച് റെഡ് ക്രിസ്റ്റൽസ് ആണ്, ഓറഞ്ച് റെഡ് സൊല്യൂഷനാണ് ഇത് നമുക്ക് വരുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ ഇനീഷ്യലി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ Fe2+ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് Cr3+ കിട്ടും, ക്രോമിയം സൾഫേറ്റ് കിട്ടും. ആ സൊല്യൂഷൻ ഒരു ഓൾമോസ്റ്റ് ഗ്രീൻ കളേർഡാണ്. അപ്പോൾ കളർലെസ് സൊല്യൂഷൻ അല്ല. കളർലെസ് സൊല്യൂഷൻ അല്ലാത്തതുകൊണ്ട് ഇയാൾ റിയാക്ഷൻ കഴിഞ്ഞാലും സൊല്യൂഷനിൽ ഒരു കളർ ഡെവലപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് എക്സ്റ്റേണലായിട്ട് ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഒരു തേർഡ് ഇൻഡിക്കേറ്റർ മീൻസ് ഒരു തേർഡ് സ്പീഷീസിൻ്റെ. കാരണം ഇയാൾ എന്തല്ല സെൽഫ് ഇൻഡിക്കേറ്ററായിട്ട് വരില്ല. ഇവിടെ എന്തായിരുന്നു? ഇത് കളർലെസ് ആയിരുന്നു. ഇതെന്താ? കളേർഡാണ്. അപ്പോൾ കളർലെസ് ആയിട്ട് മാറുന്ന സ്റ്റേജിൽ എന്ത് ചെയ്യും? റിയാക്ഷൻ കഴിഞ്ഞു എന്ന് മനസ്സിലാവും. അപ്പോൾ ഇയാൾ തന്നെ എന്ത് ചെയ്യും? റിയാക്ഷൻ കഴിഞ്ഞ പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇയാൾ ആരാ? സെൽഫ് ഇൻഡിക്കേറ്ററാണ്. ഇവിടെയോ അങ്ങനെ ഒരു സംഭവമില്ല. ഇവിടെ ഓൾറെഡി കളേർഡായിട്ട് സൊല്യൂഷൻ വരിക. അപ്പം നമുക്ക് വേറൊരാൾ വന്നിട്ട് കളറിന് കളർ ചേഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യണം റിയാക്ഷൻ കഴിയുന്ന ടൈമിൽ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഓറഞ്ച് റെഡ് സൊല്യൂഷനാണ്, Fe2+നെ Fe3+ കൺവേർട്ട് ചെയ്യുകയാണ്. മെല്ലെ ഓറഞ്ച് റെഡ് കളറിൽ ചേഞ്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് ഡൈഫിനൈൽ അമൈൻ എന്നുള്ള ഒരാൾ സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അയാളുടെ ഫംഗ്ഷൻ എന്താ? ഡൈക്രോമേറ്റ് ഇയാളെ കംപ്ലീറ്റ് പിടിച്ച് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡൈക്രോമേറ്റ് ഡൈഫിനൈൽ അമൈനെ പിടിച്ച് ഓക്സിഡൈസ് ചെയ്യാൻ തുടങ്ങും. അതെപ്പോഴാണ് ചെയ്യുക? ഇയാളെ ചെയ്തതിന് ശേഷം. അപ്പോൾ ഡൈഫിനൈൽ അമൈൻ എന്തായിട്ട് മാറും? ഡൈഫിനൈൽ അമൈൻ ഓക്സൈഡായിട്ട് മാറും. അതിൻ്റെ കളർ എന്താ? ഇൻറ്റൻസ് ബ്ലൂ കളറാണ്. അപ്പോൾ മീഡിയത്തിലൊരു നല്ല ഇൻറ്റൻസ് ബ്ലൂ കളർ അപ്പിയർ ചെയ്യുന്നതോടുകൂടെ മനസ്സിലായിക്കൊള്ളണം ഇയാൾ ഡൈഫിനൈൽ അമൈനെ പിടിച്ച് ഓക്സിഡൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇയാളല്ലേ ഓക്സിഡൈസ് ചെയ്യേണ്ടിയിരുന്നത്? അതെ. ഇയാൾ ഓക്സിഡൈസ് ചെയ്യാൻ കൂടെ ഉണ്ടോ? ഇയാൾ ഇല്ല. അതുകൊണ്ടാണ് ആര് പിടിച്ച് ഓക്സിഡൈസ് ചെയ്യുന്നത്? ഡൈഫിനൈൽ അമൈനെ. ഇയാൾ ഉണ്ടായിരുന്നെങ്കിലോ ഇയാളെ ചെയ്യുള്ളായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി എത്ര Fe2+ ഉണ്ടായിരുന്നോ അതിനെ ഓൾമോസ്റ്റ് അയാൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്തു. അപ്പം റിയാക്ഷൻ അവസാനിച്ചു. ഇൻറ്റൻസ് ബ്ലൂ കളർ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിൽ that intense blue color indicates that reaction between this one and this one has completed. അപ്പോൾ എവിടെ എത്തി? നമ്മൾ എൻ പോയിന്റിലെത്തി. എന്താ കാരണം? കളർ ചേഞ്ച് വന്നു. എവിടെ എത്തി? റിയാക്ഷൻ കഴിഞ്ഞ പോയിന്റിലെത്തി. അത് ഏത് പോയിന്റാണ്? ഈക്വലൻ പോയിന്റാണ്. ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് റിയാക്ഷൻ കഴിഞ്ഞ ആ പോയിന്റിൽ തന്നെ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? കളർ ചേഞ്ച് വരുന്നുണ്ട്. എങ്ങനെ കളർ ചേഞ്ച് അവിടെ വന്നത്? ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ നമ്മൾ വേറെ ആഡ് ചെയ്യുന്നുണ്ട്. ഇയാൾ സെൽഫ് ഇൻഡിക്കേറ്റർ ആണോ? അല്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? അയാൾ ഇതിനായിട്ട് റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഓൾമോസ്റ്റ് ഇയാൾ എല്ലാത്തിനെയും റിയാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയാൾ എന്ത് ചെയ്യും? ഡൈഫിനൈൽ അമൈൻ ഇൻഡിക്കേറ്ററിനെ പിടിച്ച് ഡൈഫിനൈൽ അമൈൻ ഓക്സൈഡ് ആക്കി മാറ്റി ഒരു ഇൻറ്റൻസ് ബ്ലൂ കളറോടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ മനസ്സിലായി റിയാക്ഷൻ കംപ്ലീറ്റഡ്. അപ്പോൾ അവിടെ ഇൻഡിക്കേറ്റർ ആവശ്യമുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഇത് സെൽഫ് ഇൻഡിക്കേറ്റർ ആണോ ഡൈക്രോമേറ്റ്? അല്ല. പെർമാംഗനേറ്റ് സെൽഫ് ഇൻഡിക്കേറ്റർ അല്ലേ? അതെ. ക്ലിയർ ആണോ? ദെൻ ഇനി നമ്മൾ അതിൽ വരുന്നത് I- ആണ്. അയോഡൈഡ് വരുന്നത് പൊട്ടാസ്യം അയോഡൈഡോ പർട്ടിക്കുലർ സാൾട്ട് സൊല്യൂഷൻ. അയോഡൈഡിൻ്റെ അക്വ സൊല്യൂഷൻ എടുക്കുക. അതിനകത്തേക്ക് നമ്മളൊരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ആഡ് ചെയ്യാം. ദിസ് ഓക്സിഡൈസിങ് ഏജൻറ്റ് വിൽ ഓക്സിഡൈസ് I- into I2. I- into I2 ആണ്. ആൻഡ് Cu2+ will be get reduced into Cu+. I- will reduce Cu2+ into Cu+, and Cu2+ will oxidize I- into I2. I2 evolve ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ I2 ഫോം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
I2 when dissolved in starch gives blue solution. അപ്പം ബ്ലൂ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലായി ആര് അപ്പിയർ ചെയ്തു എന്നർത്ഥം, അയോഡിൻ അവിടെ സഫിഷ്യൻറ്റ്. ഇൻറ്റൻസ് ബ്ലൂ കളർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി അവിടെ സഫിഷ്യൻ്റ് അയോഡിൻ എത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. കണ്ടോ? ഇനി I2 ആരാ? I2 ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. യു ട്രീറ്റ് ദാറ്റ് I2 വിത്ത് S2O3 2- തയോസൾഫേറ്റ് അയോണ. I2 തയോസൾഫേറ്റിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് S4O6 2- ആക്കിയിട്ട് മാറ്റും. ടെട്രാതയോനേറ്റ് അയോൺ തയോനേറ്റ് പ്ലസ് I-. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ട്രീറ്റ് അയോഡിൻ വിത്ത് തയോസൾഫേറ്റ്. അയോഡിൻ ഓക്സിഡൈസസ് തയോസൾഫേറ്റ് ഇൻറ്റു ടെട്രാതയോനേറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ. ആൻഡ് അയോഡിൻ ഇറ്റ്സെൽഫ് അണ്ടർഗോസ് റിഡക്ഷൻ ടു I-. ക്ലിയർ ചെയ്തോ? കുഴപ്പമില്ലല്ലോ? യെസ്. ഈ രണ്ട് സ്റ്റേജിലാണ് ഈ റിയാക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തത്. നോക്കി, നമ്മുടെ കയ്യിൽ ആരുണ്ട്? അയോഡൈഡിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ അയോഡൈഡ് സൊല്യൂഷൻ ആരുമായിട്ട് ട്രീറ്റ് ചെയ്തു? ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്തു. ഓക്സിഡൈസിങ് ഏജൻറ്റ് അയോഡൈഡിനെ എന്ത് ചെയ്തു? I2 ആക്കിയിട്ട് മാറ്റി. കണ്ടോ? യെസ്. അപ്പോൾ ഇതിനകത്ത് എത്ര I- ഉണ്ടോ അത് കംപ്ലീറ്റ് I2ലേക്ക് വന്നു. ഇനി ആ I2നെ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്? S2O3 2- ആയിട്ട്. I2 വിത്ത് സ്റ്റാർച്ച് ആരാ? ബ്ലൂ സൊല്യൂഷനാണ്. ഇപ്പോൾ ആ ബ്ലൂ കളേർഡ് സൊല്യൂഷന് നമ്മൾ S2O3 2- ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കും. ഈ റിയാക്ഷൻ ഇങ്ങനെ വരുമ്പോൾ I- ഇതിന് കളറുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് വന്ന് അവസാനം ഇത് കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴോ ആ ബ്ലൂ കളർ അവിടുന്ന് ഡിസപ്പിയർ ചെയ്യും. മനസ്സിലായോ? അപ്പം എടുത്തത് അയോഡൈഡിൻ്റെ ഒരു സൊല്യൂഷൻ, അതിനകത്തേക്ക് ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആഡ് ചെയ്തു. അത് നമ്മൾ കോപ്പർ സൾഫേറ്റ് ആണ് ആഡ് ചെയ്തത്. ആ കോപ്പർ സൾഫേറ്റിലെ Cu2+ ഇതിനെ റെഡ്യൂസ് ചെയ്ത് Cu2+ I- ഓക്സിഡൈസ് ചെയ്ത് I2 ആക്കി, തിരിച്ച് I- Cu2+നെ റെഡ്യൂസ് ചെയ്ത് Cu+ ആക്കി. ടിപ്പിക്കൽ റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ എല്ലാ I- എവിടെ എത്തി? I2ലെത്തി. I2 ഇൻ സ്റ്റാർച്ച് എന്താ? I2 ഇൻ സ്റ്റാർച്ച് ബ്ലൂ കളേർഡ് സൊല്യൂഷൻ. I2 ഇൻ സ്റ്റാർച്ച് ബ്ലൂ കളേർഡ്, അതിനാരുമായിട്ട് ട്രീറ്റ് ചെയ്തു? S2O3 2- ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? അയാൾ ഇതിനെ പിടിച്ച് ഓക്സിഡൈസ് ചെയ്യും. എങ്ങോട്ട് പോവും? അങ്ങോട്ട് പോവും. ഇതിനെന്താ? കളർലെസ് ആവും. അപ്പോൾ ഈ റിയാക്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് അവസാനം ഇത് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യുമ്പോഴോ കളർ പിന്നെ ഉണ്ടാവില്ല. സ്റ്റാർച്ച് ഇത് കളർ തരാൻ I2 ഉണ്ടാവില്ല. അപ്പോൾ കളർ ഡിസപ്പിയർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായി? മൊത്തം I2 റിയാക്ട് ചെയ്യുന്ന പോയിൻ്റായി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എത്ര I2 ഉണ്ടെന്ന് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എമൗണ്ട് നമുക്ക് I- അല്ലെങ്കിൽ Cu2+ൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബാലൻസ്ഡ് ഇക്വേഷൻ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ വെച്ചിട്ട്. ഇതാണ് മെത്തേഡ്. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഡയറക്റ്റ് റിയാക്ഷൻ ഓഫ് അയോഡിൻ കണ്ടോ? വിത്ത് എ റെഡ്യൂസിങ് ഏജൻറ്റ്. അയോഡിനും ഇയാളും തമ്മിലുള്ള റെഡ്യൂസിങ് ഏജൻറ്റും തമ്മിലുള്ള റിയാക്ഷൻ. ഡയറക്റ്റ് റിയാക്ഷൻ ഓഫ് അയോഡിൻ വിത്ത് എ റെഡ്യൂസിങ് ഏജൻറ്റ്. ക്ലിയർ അല്ലേ? അയോഡിൻ ആരാ? ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇയാളെ പിടിച്ച് എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ ഇയാൾക്ക് ഓക്സിഡേഷൻ. അപ്പോൾ ഇയാൾ എന്തായിട്ട് ആക്ട് ചെയ്യുക? അയാൾ റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ ഡയറക്റ്റ് റിയാക്ഷൻ ഓഫ് അയോഡിൻ വിത്ത് റെഡ്യൂസിങ് ഏജൻറ്റ്, അതിനെയാണ് നമ്മൾ അയോഡിമെട്രി എന്ന് പറയുക. അയോഡിമെട്രി. ഇവിടെ എന്ത് ചെയ്തു? ഡയറക്റ്റ് റിയാക്ഷൻ അല്ല. ആദ്യം I- പിടിച്ച് ഓക്സിഡൈസ് ചെയ്ത് I2 ആക്കി, പിന്നെ ആ I2നെ ഇതുമായിട്ട് ട്രീറ്റ് ചെയ്തു. അതിനെയാണ് അയോഡോമെട്രി എന്ന് പറയുക. അയോഡോമെട്രി. ലിബറേറ്റ് ചെയ്ത് ആദ്യം I- I2 ആക്കി, ലിബറേറ്റ് ചെയ്ത് അയോഡിനെ ഇയാളായിട്ട് ട്രീറ്റ് ചെയ്യുക. അയോഡോമെട്രി. ജസ്റ്റ് റിയാക്ഷൻ ഓർമ്മിച്ച് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ ആ ഏരിയാസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ദെൻ അപ്പം നമ്മൾ റിഡോക്സ് റിയാക്ഷൻസിൻ്റെ ഒരു പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്കാണ്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ ഇല്ലേ? പോവുക. അപ്പോൾ അതിൽ ലേറ്റസ്റ്റ് ഡെഫിനിഷൻ ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ട്രാൻസ്ഫറിൻ്റെ ബേസിലാണ് ലേറ്റസ്റ്റ് ഡെഫിനിഷൻസ് എല്ലാം തന്നെ. നമ്മൾ ഇൻക്രീസും ഡിക്രീസും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് അല്ലേ? സംബഡി ഗെയിൻസ് സംബഡി ലൂസസ്. അങ്ങനെയാണ് റിഡോക്സ് റിയാക്ഷൻസ് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഇലക്ട്രോൺ ട്രാൻസ്ഫറിൻ്റെ ബേസിസിൽ പറയുമ്പോൾ ലൂസ് ഓഫ് ഇലക്ട്രോൺസ്, അതാണ് ഓക്സിഡേഷൻ. ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ലൂസ് ആവണമെന്നുണ്ടോ? ഇല്ലല്ലോ. ചില കേസിൽ കംപ്ലീറ്റ് ലൂസ് ആവുന്നുണ്ടോ? ഇല്ലല്ലോ.
അയോൺസ് ആയിട്ട് മാറുന്നുണ്ടോ? ഇല്ല. ഒരാൾ +5 വന്നു, 5 പോയി എന്നാണോ അർത്ഥം? ഇല്ല. 5 ഷെയറിങ്ങിന് കൊടുത്തു, 5 5 മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റത്തിൻ്റെ അടുത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇയാൾക്ക് എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺസ് ലൂസ് ആവുമല്ല. പക്ഷേ എന്ത് സംഭവിച്ചു? അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറച്ച് കുറഞ്ഞു. അപ്പോൾ ലൂസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാൻ പറ്റും? കംപ്ലീറ്റ് ഇലക്ട്രോൺസ് ലൂസ് ആവുന്ന കേസസ് ഇല്ലല്ലോ. ഉണ്ട് അയോൺസിൻ്റെ കേസ് ആണെങ്കിൽ, അല്ലാത്ത കേസ് അങ്ങനെയല്ലല്ലോ. നോർമലി കോവാലന്റ് ബോണ്ട് കോമ്പൗണ്ട്സ് ഒക്കെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോൺസ് ഡിസ്പ്ലേസ്ഡ് ആവുക ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. ചില കേസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അപ്പോൾ അതിൻ്റെ മോഡിഫിക്കേഷൻ, ലേറ്റസ്റ്റ് ഡെഫിനിഷൻ എന്താ? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ സാധനം? ലൂസ് ഓഫ് ഇലക്ട്രോൺസാണ്. കംപ്ലീറ്റ് ലൂസ് ആവണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്താൽ മതി? കുറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവർക്കും അപ്ലിക്കബിൾ ആവുന്ന രീതി പറയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ എന്താ? ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ മീൻസ് where there is a decrease in the electron density. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ത്? റിഡക്ഷൻ. ഗെയിൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അപ്പം ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസസ് മീൻസ് ഇറ്റ് ഈസ് റിഡക്ഷൻ. ഇലക്ട്രോൺ ഡെൻസിറ്റി ഡിക്രീസസ് മീൻസ് ഇറ്റ് ഈസ് ഓക്സിഡേഷൻ. അതാണ് ലേറ്റസ്റ്റ് ഡെഫിനിഷൻ. നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻസിനൊക്കെ ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അല്ലേ? കംപ്ലീറ്റ് ലൂസ് ആവണമെന്നുണ്ടോ? ഇല്ലല്ലോ. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്നതിന് പകരം ജസ്റ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. ഡെഫിനിഷൻ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ, പക്ഷേ കംപ്ലീറ്റ് ലൂസ് ഗെയിൻ എന്നുള്ള സെൻസിൽ നിന്ന് മാറ്റിപ്പിടിച്ചു. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. ഓക്കെ. ഇനി നമ്മൾ വരുന്നത് അടുത്ത സെഷനിലേക്ക്. ഇനി ചെറിയൊരു സെഷനെ നമുക്കതിനകത്ത് ബാക്കിയുള്ളൂ. ദാറ്റ് ഈസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് നമുക്കതിനകത്ത് ബാക്കി വരുന്നത്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇപ്പം നമ്മൾ ഒരു സൊല്യൂഷൻ എടുത്തു. സേ വി ഹാവ് സിങ്ക് സൾഫേറ്റ് ZnSO4. അവിടെ Zn2+ ഉണ്ട്, സൾഫേറ്റ് 2- സിങ്ക് അയോൺസും സൾഫേറ്റ് അയോൺസിൻ്റെയും അക്വ സൊല്യൂഷനാണ് നമ്മളെടുത്ത അക്വ സൊല്യൂഷനാണ്. ഇതിനകത്ത് നമ്മളൊരു സിങ്ക് റോഡ് പ്ലേസ് ചെയ്തു. വി ഹാവ് എ സിങ്ക് റോഡ് പ്ലേസ്ഡ് ചെയ്യാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ സിങ്ക് സൾഫേറ്റിൽ പ്ലേസ് ചെയ്തു പറഞ്ഞാൽ മെറ്റൽ അയോൺസിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റി വരും. ഒന്ന്, ഇവിടെയുള്ള സർഫസിലെ മെറ്റൽ അയോൺസായിട്ട് സൊല്യൂഷനിലേക്ക് വരാനൊരു പോസിബിലിറ്റി ഉണ്ട്. സർഫസിലെ മെറ്റൽ എന്ത് ചെയ്തു? സൊല്യൂഷനിലേക്ക് മെറ്റൽ അയോൺസായിട്ട് വന്നു. മെറ്റൽ അയോൺസായിട്ട് വരുമ്പോഴെന്ത് ചെയ്യണം? അയാൾ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യണം. ആ ഇലക്ട്രോൺസ് ഈ സർഫസിൽ തന്നെ റിമെയിൻ ചെയ്തു. രണ്ടാമത്തെ പോസിബിലിറ്റി, സൊല്യൂഷനിലുള്ള സിങ്ക് അയോൺസ് സർഫസിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ട് വരാനൊരു പോസിബിലിറ്റി ഉണ്ട്. എങ്ങോട്ട്? ലെഫ്റ്റിലേക്ക്. മോർ ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് എടുത്താൽ, മോർ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി ഇലക്ട്രോൺസിന് ലൂസ് ആവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ സിങ്ക് റിലേറ്റീവ്ലി ഇലക്ട്രോ പോസിറ്റീവാണ്. അപ്പോൾ അയാളുടെ കേസിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ മെറ്റൽസ് റിലേറ്റീവ്ലി ഇലക്ട്രോ പോസിറ്റീവാണ്. സോ ഇറ്റ് ഈസ് എ നാച്ചുറൽ ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺസ്. അപ്പം ഈ പ്രോസസ്സ് നെറ്റായിട്ട് ഈ പ്രോസസ്സ് നടക്കേണ്ട ചാൻസ് കൂടുതലാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഇവിടെ എന്ത് വരും? സിങ്ക് അയോൺസായിട്ട് സൊല്യൂഷനിൽ വരുമ്പോൾ സൊല്യൂഷനിൽ സിങ്ക് അയോൺസിൻ്റെ എണ്ണം കൂടും, പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം കൂടും. അപ്പോൾ സൊല്യൂഷൻ ഇപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡാണ്. സിങ്ക് അയോൺസായിട്ട് സൊല്യൂഷനിലേക്ക് വന്നു. നേരത്തെ ആരായിരുന്നു? സിങ്ക് സൾഫേറ്റ് ആയിരുന്നു. അതെന്തായിരുന്നു? ഈക്വൽ എമൗണ്ടിലായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു? ഈ മെറ്റൽ പ്ലേസ് ചെയ്തതോടുകൂടി സിങ്ക് അയോൺസ് ഇതിനകത്ത് വരും. അപ്പോൾ സൊല്യൂഷനിൽ ആരുടെ എണ്ണം കൂടി? സിങ്ക് അയോൺസിൻ്റെ എണ്ണം കൂടി. സർഫസിലോ മെറ്റലിൻ്റെ സർഫസിൽ ഇലക്ട്രോൺസ് വേറെ എക്സ്ട്രാ വന്നിട്ടുണ്ട്, അയാൾ റിലീസ് ചെയ്ത 2 ഇലക്ട്രോൺസ്. അപ്പോൾ അവിടെ ഒരു ചാർജ് സെപ്പറേഷൻ വന്നില്ലേ? ഇത് പോസിറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജും. അപ്പോൾ അവിടെ ഒരു ഫീൽഡ് ഇൻഫ്ലുവൻസ് വന്നു, ഒരു ചാർജ് സെപ്പറേഷൻ വന്നു. ഒരു ചാർജ് സെപ്പറേഷൻ വന്നാൽ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങി? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ പേരാണ് എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. So electrode potential is the potential difference exists between the metal electrode and the solution containing its metal ions. Potential difference, charge separation വന്നില്ലേ? അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. Potential difference between the metal electrode
ആൻഡ് ദി സൊല്യൂഷൻ കണ്ടെയ്നിങ് ദി മെറ്റൽ അയോൺസ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് രണ്ട് ടൈപ്പിലായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഒന്ന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, രണ്ട് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പോൾ ഇതെന്താ പ്രോസസ്സ്? ഓക്സിഡേഷനാണ്. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പൊട്ടൻഷ്യലിനെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് നമ്മളത് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പം നമ്മളത് E0 ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.77 വോൾട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഓക്സിഡേഷനാണ്. അപ്പോൾ തിരിച്ചിങ്ങോട്ടുള്ളത് റിഡക്ഷനാണ്. അപ്പോൾ തിരിച്ചിങ്ങോട്ടുള്ള പൊട്ടൻഷ്യലിനെ നമ്മൾ എന്താ പറയുക? റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇത് അങ്ങോട്ടുള്ളത് എന്താ? ഓക്സിഡേഷൻ. അതിനെ ഞാൻ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിൻ്റെ ബേസിസിൽ റെപ്രസെൻ്റ് ചെയ്തു. തിരിച്ചിങ്ങോട്ടുള്ളതോ റിഡക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്തായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക? റിഡക്ഷൻ പൊട്ടൻഷ്യലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അങ്ങോട്ട് പോസിറ്റീവ് ആണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇയാൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? -0.77 വന്നു. അപ്പം പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് റിഡക്ഷൻ പൊട്ടൻഷ്യലും മറ്റേത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും. ക്ലിയർ ആണ്? സെയിം കപ്പിളാണെങ്കിൽ ഒരേ റിയാക്ഷൻസ് അങ്ങോട്ടുള്ള അതേ റിയാക്ഷൻ തന്നെ തിരിച്ച് ഇങ്ങോട്ട് ഇടുകയാണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും റിഡക്ഷൻ പൊട്ടൻഷ്യലിന്. ക്ലിയർ അല്ലേ പറഞ്ഞത്? കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത പറയുകയാണേ. അടുത്തത് ഇതൊരു ഹാഫ് ഇലക്ട്രോഡാണ്, ഫുൾ ഇലക്ട്രോഡ് ആയിട്ടില്ല. കാരണം എന്താ? ഹാഫ് റിയാക്ഷനാണ് നടക്കണേ. ഹാഫ് റിയാക്ഷനാണ് നടക്കുന്നത്. മനസ്സിലായോ? ഹാഫ് റിയാക്ഷൻ. എന്താ കാരണം? അതെ, ഒന്നുകിൽ ഓക്സിഡേഷൻ അല്ലേ റിഡക്ഷനേ ഉള്ളൂ. ഇവിടെ എന്താ? സിങ്ക് അയോൺസ് ആയിട്ട് 2 ഇലക്ട്രോണായിട്ട് മാറി. അപ്പോൾ അതെന്താ? ഓക്സിഡേഷനേ നടക്കുന്നുള്ളൂ. ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആയോ? ഇല്ല. മനസ്സിലായോ? ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആയാലേ എന്ന് പറഞ്ഞാൽ അതെ ഇലക്ട്രോൺസ് അവിടെ ബാക്കി വരാൻ പാടില്ല. ആ രീതിയിൽ ഇലക്ട്രോൺസ് ഒരാൾക്ക് ലൂസായാൽ മറ്റേയാൾ ഗെയിൻ ചെയ്ത് ഫുൾ സെൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിട്ട് പറ്റുള്ളൂ? യെസ്, നമുക്ക് അതിൻ്റെ വാല്യൂ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റലി പോസിബിൾ അല്ല. ഇവിടെ എന്താ കാരണം? ഇത് ഹാഫ് ഇലക്ട്രോഡേ ആയിട്ടുള്ളൂ. എന്തല്ല? ഫുൾ ഇലക്ട്രോഡ് ആയിട്ടില്ല. ഫുൾ ഇലക്ട്രോഡ് ആവാത്തതുകൊണ്ട് നിങ്ങൾക്കൊരു വോൾട്ട് മീറ്റർ യൂസ് ചെയ്തിട്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സ്പെരിമെൻ്റലായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കനോട്ട് ബി മെഷേർഡ്. അപ്പോൾ മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് വാല്യൂ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയേ കിട്ടുള്ളൂ? റിലേറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. റിലേറ്റീവ് വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു സ്റ്റാൻഡേർഡ് വേണം. ആ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആരാ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന് ആർബിട്രേറ്റ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണ്? അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. ഏതാ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്? ഒരു പ്ലാറ്റിനം വയർ, അതിൻ്റെ താഴെ ഒരു പ്ലാറ്റിനം ലൂപ്പ്, അതിൻ്റെ മുകളിൽ ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം വെച്ച് കോട്ട് ചെയ്യും, കോൾഡ് പ്ലാറ്റിനം ബ്ലാക്ക്. അതിന് ചുറ്റും ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ചെയ്യും 1 ബാർ പ്രഷറിൽ. അതിനെ ഹൈഡ്രജൻ അയോൺ സൊല്യൂഷൻ ഓഫ് യൂണിറ്റ് ആക്ടിവിറ്റി 1 മോളാർ സൊല്യൂഷനിൽ 1 മോളാർ H+ൻ്റെ സൊല്യൂഷൻസ് HCl ആകുമ്പോൾ 1 മോളാർ HCl നമ്മളത് പ്ലേസ് ചെയ്തു. Hydrogen gas at 1 bar is bubbled around platinum loop and that is in equilibrium with a solution containing H+ ions at 1 molar concentration. ഈ ഒരു റെപ്രസെൻറ്റേഷനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. പ്രഷർ എത്ര വരണം? 1 ബാർ വരണം. 298 കെൽവിനാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആയിട്ട് എടുക്കുക. 273 അല്ല, അത് STP കണ്ടീഷനാണ്. ഇവിടെ വാല്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ 298 കെൽവിനാണ്. 298 കെൽവിൻ. H+ അയോൺസ് 1 മോളാർ ആണ്. ഇപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇയാൾക്ക് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാ? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. അത് ആർബിട്രറിയാണ്, നമ്മൾ ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ ബാക്കിയുള്ള ഇലക്ട്രോഡ്സിന് 0-നേക്കാൾ എത്ര കൂടുന്നു എത്ര കുറയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹാഫ് ഇലക്ട്രോഡിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് നമ്മൾ കപ്പിൾ ചെയ്യും.
എന്നിട്ടാണ് നമ്മളത് കാണുക. മക്കളത് സെക്കൻഡ് ഇയറിൽ പഠിക്കും. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ മൊത്തം പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് പ്രിലിമിനറി ഐഡിയ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഏരിയയിലേക്ക് പോകാത്തത്. ഓക്കെ, അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? അതെ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എടുത്തിട്ട് അതിനെ ഇതുമായിട്ട് കപ്പിൾ ചെയ്യും. കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഹാഫ് സെല്ലായി, അപ്പോൾ ഫുൾ സെല്ലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു വോൾട്ട് മീറ്റർ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കനോട്ട് ബി മെഷേർഡ്. only a relative value can be measured. To measure the relative value, standard hydrogen electrode is used, whose standard potential is taken as 0 arbitrarily. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്, കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ അടുത്ത കേസസിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ സിങ്ക് ഇലക്ട്രോഡാണ്. അവിടെ എന്ത് സംഭവിച്ചു? സിങ്ക് അയോൺസ് ആയിട്ട് സൊല്യൂഷനിലേക്ക് വന്നു. അപ്പോൾ അവിടെ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി നമ്മളിവിടെ ആരെടുത്തു? നമ്മളിവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു, CuSO4. അതിനകത്ത് ആരും നമ്മളെ പ്ലേസ് ചെയ്തു? കോപ്പർ ഇലക്ട്രോഡ് പ്ലേസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? കോപ്പർ ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ, നമ്മൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തു. ഈ രണ്ട് ഇലക്ട്രോഡൂടെ കണക്ട് ചെയ്തു. ഇവിടെ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ എക്സസ് ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പർ ലെസ് ഇലക്ട്രോ പോസിറ്റീവാണ്. അപ്പോൾ അയാൾ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് കോപ്പറായിട്ട് മാറും. സൊല്യൂഷനിൽ കുപ്രിക് അയോൺസ് ഉണ്ട്. ആ കുപ്രിക് അയോൺസ് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് ഇവിടെ കോപ്പറായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. ഇവിടെയോ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. ഇലക്ട്രോൺസ് എവിടെ നിന്ന് അങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് ഫ്ലോ ചെയ്യും. ഇനി അവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Cu2+ Cu ആയിട്ട് ഇവിടേക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നാച്ചുറലി സൊല്യൂഷനിൽ Cu2+ എണ്ണം എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ആരുടെ എണ്ണം കൂടും? സൾഫേറ്റിൻ്റെ എണ്ണം കൂടി നിൽക്കും. സൾഫേറ്റിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ സൊല്യൂഷൻ ഇലക്ട്രിക്കലി ന്യൂട്രലാണോ? അല്ല. ഇവിടെ ആര് വരും? സിങ്ക് അയോൺസ് ആയിട്ടാണ് വന്നത്. അപ്പോൾ സൾഫേറ്റിനേക്കാളും കൂടുതൽ ആര് വന്നു? സിങ്ക് അയോൺസ് വന്നു. അപ്പോൾ സൊല്യൂഷൻ്റെ ചാർജ് എന്താ? പോസിറ്റീവാണ്. സൊല്യൂഷൻ ഇലക്ട്രിക്കലി ന്യൂട്രലാണോ? ഇല്ല. സൊല്യൂഷൻ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെങ്കിൽ മാത്രമേ ഇൻറ്റേർണൽ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ നടക്കുള്ളൂ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? അയോൺസിൻ്റെ ഫ്രീ മൂവ്മെൻറ്റ് പോസിബിൾ ആവണമെങ്കിൽ രണ്ട് സൊല്യൂഷനും ഇലക്ട്രിക്കലി ന്യൂട്രലാക്കി മാറ്റണം. ഇലക്ട്രിക്കലി ന്യൂട്രലാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു സാൾട്ട് ബ്രിഡ്ജ്, ഒരു യൂട്യൂബാണ്, അതിനകത്തൊരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് വെച്ച് ഫില്ല് ചെയ്യും, കോൾഡ് അഗർ. അതിനകത്ത് നമ്മളൊരു സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് എടുത്തു. ഒരു സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് ഇതിനകത്ത് എടുക്കുക. അപ്പോൾ ഞാനിതിനകത്ത് പൊട്ടാസ്യം ക്ലോറൈഡോ സോഡിയം സൾഫേറ്റോ ഏതെങ്കിലും എടുത്തു. മനസ്സിലായോ? യെസ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സൊല്യൂഷൻ നെഗറ്റീവായിട്ടുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള പോസിറ്റീവ് അയോൺസിനെ ഇതിനകത്തേക്ക് പുൾ ചെയ്യും. അപ്പം പോസിറ്റീവ് അയോൺസ് ഇങ്ങോട്ട് വരുമ്പോൾ നാച്ചുറലി ഈ ഭാഗം എന്തായിട്ട് മാറും? ഇലക്ട്രിക്കലി ന്യൂട്രലാവും. ഈ ഭാഗം എന്താ? പോസിറ്റീവ്ലി ചാർജ് എക്സസ് സിങ്കുള്ളതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? ഈ സാൾട്ട് ബ്രിഡ്ജിലുള്ള നെഗറ്റീവ് അയോൺസിനെ ഇങ്ങോട്ട് പുൾ ചെയ്യും. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് രണ്ട് സൈഡിലേക്കും വന്നില്ലേ? അതെ. ഇലക്ട്രിക് കറണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഒന്നുകിൽ മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് ആണ് സൊല്യൂഷനിൽ വരുന്നത്. മറ്റതിനകത്ത് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഇലക്ട്രോൺസ് ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലോ ചെയ്യും. കണ്ടോ? ഇൻറ്റേർണൽ സർക്യൂട്ടിലോ അയോൺസിൻ്റെ ഫ്ലോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. ഇലക്ട്രിക്കലി നമ്മൾ രണ്ടിനെയും കണക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാരാ? സാൾട്ട് ബ്രിഡ്ജ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് കണക്ട്സ് ദി ടു സൊല്യൂഷൻസ് ഇലക്ട്രോലിറ്റിക്കലി. ഇറ്റ് മെയിൻറ്റെയിൻസ് ദി ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. ഇലക്ട്രോലിറ്റിക്കൽ കണക്ഷൻ അത് കണക്ട് ചെയ്ത് വെച്ചു. പിന്നെ അത് രണ്ട് സൊല്യൂഷൻസ് കോൺടാക്റ്റിൽ വന്നാൽ അതിനിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യും. അതിനെയാണ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുക. നിങ്ങൾക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. സാൾട്ട് ബ്രിഡ്ജ് വരുന്നതോടുകൂടി ഇറ്റ് മിനിമൈസസ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്യാൻ ഇയാൾ യൂസ് ചെയ്യും. ആര്? സാൾട്ട് ബ്രിഡ്ജ്. 3 ഫംഗ്ഷൻ ഓർമ്മിക്കുക. അതിൽ ബോർഡിന് ചോദിച്ചാൽ 2 ഫംഗ്ഷൻ എന്തായാലും എഴുതണം. മൂന്നാമത്തെ നോർമലി എഴുതേണ്ട കാര്യമില്ല. ഇറ്റ് കണക്ട്സ് ദി ടു സൊല്യൂഷൻസ് ഇലക്ട്രോലിറ്റിക്കലി. ഇറ്റ് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രലിറ്റി. ഇപ്പം നിങ്ങൾ സെൽ റിയാക്ഷൻ നോക്കിയാൽ അവിടെ ഒരു ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, അവിടെ ഒരു റിഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് റിഡോക്സ് കപ്പിളായി. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന ഒരു കപ്പിളാണ് അത്.
അപ്പം രണ്ട് ഹാഫ് സെൽ റിയാക്ഷനാണ്. ഒരു ഹാഫ് സെൽ ഇത്, അടുത്ത ഹാഫ് സെൽ ഇത്, രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഫുൾ സെല്ല് കിട്ടും. അപ്പോൾ ഫുൾ സെൽ റിയാക്ഷനായി. ക്ലിയർ ആണ് പറഞ്ഞത്? യെസ്. ഇനി ഇതിൻ്റെ ഓക്സിഡേഷൻ നടക്കുന്ന സൈറ്റ് ഇതാണ്. ദിസ് ഈസ് ദി സൈറ്റ് അറ്റ് വിച്ച് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. ഇറ്റ് ഈസ് കോൾഡ് ആനോഡ്. യൂണിവേഴ്സൽ സെൽ റിയാക്ഷനിൽ ഓക്സിഡേഷൻ നടക്കുന്ന സൈറ്റിനെ വിളിക്കുന്ന പേര് ആനോഡ്. ഇവിടെയോ റിഡക്ഷൻ നടക്കുന്ന സൈറ്റ്, അതെന്താ? കാത്തോഡാണ്. കുഴപ്പമില്ലല്ലോ. ഇവിടെ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പോൾ ഇത് സാധാരണ കെമിക്കൽ സെല്ലാണ് ഓർ ഗാൽവനിക് സെല്ലാണ്. അപ്പോൾ ഈ ഗാൽവനിക് സെല്ലിൽ ആനോഡിൻ്റെ ചാർജ് എന്താ വരിക? ആനോഡിൽ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട്, നെഗറ്റീവാണ്. ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്, പോസിറ്റീവാണ്. അപ്പോൾ ആനോഡ് കെമിക്കൽ സെല്ലാണ്. ആനോഡ് നെഗറ്റീവ് ആൻഡ് കാത്തോഡ് പോസിറ്റീവ്. Anode is the electrode at which oxidation takes place, and cathode is the electrode at which reduction takes place. And overall electrode potential of the cell, full cell electrode potential of the cell is equal to electrode potential or reduction potential of the cathodic half cell minus reduction potential of the anodic half cell. കാഥോഡാര റിഡക്ഷൻ നടക്കുന്ന സൈറ്റ്, അതിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡാര ഓക്സിഡേഷൻ നടക്കുന്ന സൈറ്റ്, അതിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്താലാണ് സെല്ലിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, സെല്ലിൻ്റെ ഓവറോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കിട്ടുക. ഇത് ഓർമ്മയിൽ വെച്ചാൽ മതി. ഈ ഇക്വേഷൻ നേരിട്ട് പ്രോബ്ലം ചോദിക്കുള്ളൂ കേട്ടോ. ഈ സെല്ലാണ് നമുക്ക് ഡാനിയൽ സെൽ. ഇത് സെല്ലാണ് ഡാനിയൽ സെൽ. അപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? Zinc anode and undergoes oxidation to give zinc ions. Cu2 plus undergoes reduction to give Cu. Overall reaction കിട്ടണമെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ രണ്ട് ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വരിക zinc plus Cu2 plus gives zinc 2 plus Cu. ഫുൾ സെൽ റിയാക്ഷനായി. ഇതിൻ്റെ പൊട്ടൻഷ്യൽ കിട്ടാനാണ് എന്ത് പറഞ്ഞത്? E0 സെൽ ഈക്വൽ ടു കാഥോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. കാഥോഡ് ആരാ? റിഡക്ഷൻ നടക്കുന്ന സൈറ്റ്. റിഡക്ഷൻ നടക്കുന്ന സൈറ്റ് ഏതാ? ഇതാണ് റിഡക്ഷൻ. കണ്ടോ? Cu2 പ്ലസ് ഇൻറ്റു Cu. അതിൻ്റെ എന്തെടുക്കണം? റിഡക്ഷൻ പൊട്ടൻഷ്യൽ എടുക്കണം. അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് തരും 0.34. അത് തരും. മൈനസ് ഇക്വേഷനിൽ മൈനസ് കൊടുത്തു. ഇനി എന്ത് വേണം? E0 ആണ്. E0 നേരത്തെ എഴുതിയത് E0 എന്ന് പറഞ്ഞാൽ ആനോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ആനോഡ് ആരാ? ഓക്സിഡേഷൻ നടക്കുന്ന സൈറ്റ്. ഓക്സിഡേഷൻ ആർക്കാ? സിങ്കിനാണ്. കണ്ടോ? അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്ന സൈറ്റ് ഇയാൾ. അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാ? -0.77 വോൾട്ട്. അത് നിങ്ങൾക്ക് തരും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1.1 വോൾട്ട് എന്ന് വരും. ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, യെസ്. ഇനി അടുത്ത പോയിൻ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വെറുതെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ദി മെഷർ ഓഫ് ദി ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ദി മെഷർ ഓഫ് ദി ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസ്. Zn 2 plus 2 ഇലക്ട്രോൺ gives Zn. ഈ പ്രോസസ്സ് എന്താ? റിഡക്ഷനാണ്. അതിൻ്റെ നേരെ ഞാൻ അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എഴുതുകയാണ്. E0 സ്റ്റാൻഡേർഡാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു -0.77 വോൾട്ട്. ക്ലിയർ അല്ലേ? Cu2 plus 2 ഇലക്ട്രോൺ gives Cu. അതെന്താ? റിഡക്ഷനാണ്. അതിൻ്റെ നേരെ ഞാൻ അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എഴുതാണ് 0.34 വോൾട്ട്. ഇതെന്താ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് റിഡക്ഷൻ. ഇതെന്താ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് റിഡക്ഷൻ. ഇത് രണ്ടും എന്താ? അതിൻ്റെ കറസ്പോണ്ടിങ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മെഷറാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ദി മെഷർ ഓഫ് ദി ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസ്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മിനിമം മീൻസ് മിനിമം ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാക്സിമം മീൻസ് മാക്സിമം ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസ്. അപ്പോൾ വാല്യൂ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇത് രണ്ടും എന്ത് വാല്യൂയാണ്? റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അതിൽ മിനിമം വാല്യൂ ഏതാ? അതിൽ മിനിമം വാല്യൂ ഇതാണ്. എന്താ കാരണം? ഇത് പോസിറ്റീവോ ഇത് നെഗറ്റീവോ? വിത്ത് സൈനാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മിനിമം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ മിനിമം എന്ന് പറഞ്ഞാൽ മിനിമം ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസ്.
മിനിമം ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസ് മീൻസ് മാക്സിമം ടെൻഡൻസി ടു ലൂസ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇയാൾക്ക് ലൂസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് എളുപ്പത്തിൽ നടക്കുക എന്ന് മനസ്സിലായിക്കൊള്ളണം. ലൂസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഏതാ പ്രോസസ്സ്? പിറകോട്ടുള്ളത്. ഇനി ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വരിക, ഇയാൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് മീൻസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താ? മെഷർ ഓഫ് ദി ടെൻഡൻസി ടു ഗെയിൻ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ടെൻഡൻസി ടു ഗെയിൻ കൂടുതലാണ്. ടെൻഡൻസി ടു ഗെയിൻ കൂടുതൽ, ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സ് ചെയ്താ ഇതാ. അപ്പോൾ ടെൻഡൻസി ടു ഗെയിൻ കൂടുതലാണ്. അപ്പോൾ ഈ റിയാക്ഷൻ അങ്ങോട്ട് നടക്കാനാണ് പോസിബിലിറ്റി കൂടുതൽ. കണ്ടോ? ഈ റിയാക്ഷൻ ഇങ്ങോട്ട് നടക്കാൻ പോസിബിലിറ്റി കൂടുതൽ വരുമ്പം ഈ റിയാക്ഷൻ അങ്ങോട്ട് നടക്കാനാണ് പോസിബിലിറ്റി കൂടുതൽ. അപ്പം നോക്കി, ഈ റിയാക്ഷൻ ഇങ്ങോട്ട് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? Zn2+ ആവും അല്ലേ? ഇത് അങ്ങോട്ട് നടക്കുമ്പോൾ എന്താ പോസിബിലിറ്റി? Cu2+ Zu ആയിട്ട് മാറും. ഞാനത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് എഴുതി, അത്രേ ഉള്ളൂ. ഇത് ഇങ്ങോട്ട് നടക്കാനാണ് പോസിബിലിറ്റി Zn2+ ആവാൻ. ഇത് അങ്ങോട്ട് നടക്കാനാണ് പോസിബിലിറ്റി Cu2+ Cu ആവാൻ. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നടക്കുക. ഇതല്ലേ നമ്മൾ ഡാനിയൽ സെല്ല് കണ്ടക്ട് ചെയ്തത്? അതെ, കണ്ടു അത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? സിങ്ക് കോപ്പറിനെ Cu2+നെ റെഡ്യൂസ് ചെയ്ത് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു. മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് NCERTയിലെ ഏറ്റവും ഫസ്റ്റിൽ കോമ്പറ്റീഷൻ റിയാക്ഷൻ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് ആ സമയത്ത് പറയാനായിട്ടില്ല, ഈ സമയത്ത് പറയുമ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുക. നോക്കി, രണ്ട് റിയാക്ഷൻ. അതുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ടിൽ അത് നമ്മൾ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അത് പറയാൻ ഒരു സമയമുണ്ട്. ആ സമയം വരുമ്പോഴേ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മക്കൾ നോക്കും, റിയാക്ഷൻ രണ്ടും ഗെയിൻ ഓഫ് ഇലക്ട്രോൺസാണ്, രണ്ടും റിഡക്ഷനാണ്. അപ്പോൾ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ എഴുതി വെച്ചു. ഇതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അത് അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? മെഷർ ഓഫ് ദി ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ. Reduction potential minimum means minimum tendency to gain. Minimum tendency to gain means maximum tendency to lose. Reduction potential maximum means maximum tendency to gain. Clear അല്ലേ? ഇനി മക്കളോ ഇവിടെ വാ. ഇവിടെയാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മിനിമം. അപ്പോൾ ഇവിടെ എന്താ? മിനിമം ടെൻഡൻസി ടു ഗെയിനാണ്. വാങ്ങാൻ താല്പര്യം കുറവാണ്. അപ്പോൾ വാങ്ങാൻ താല്പര്യം കുറവെന്ന് പറഞ്ഞാൽ ലൂസ് ചെയ്യാനാണ് താല്പര്യം കൂടുതൽ. അപ്പോൾ ലൂസ് ചെയ്യാൻ താല്പര്യം കൂടുതൽ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുന്നല്ലേ ലൂസ് ചെയ്യുന്ന ഇങ്ങോട്ടല്ലേ? അപ്പോൾ എളുപ്പത്തിൽ ഇങ്ങോട്ട് വരും. ഇതൊരു കമ്പയർ ചെയ്യുമ്പോൾ എവിടെയാണ് എന്ത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ മാക്സിമം. അപ്പോൾ എളുപ്പത്തിൽ എന്ത് ചെയ്യും? ഗെയിൻ ചെയ്യും. ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സ് ചെയ്താൽ അങ്ങോട്ടാണ്. അപ്പോൾ എളുപ്പത്തിൽ അങ്ങോട്ട് വരും. അപ്പോൾ ഇയാൾ എളുപ്പത്തിൽ അങ്ങോട്ട് വരുമ്പോൾ ഇയാൾ എളുപ്പത്തിൽ ഇങ്ങോട്ടാണ് വരിക. അതൊന്ന് കമ്പൈൻ ചെയ്ത് ഇയാൾ എളുപ്പത്തിൽ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ Zn2+ ആയി. ഇയാൾ എളുപ്പത്തിൽ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാലോ Cu2+ Cu ആയി. ഞാനത് എഴുതി വെച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ സിങ്ക് Cu2+നെ Cu ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്തു. സിങ്കിന് എന്താ സംഭവിച്ചത്? 0 to +2. എന്താ പ്രോസസ്സ്? ഓക്സിഡേഷൻ. Cu2+നോ *0. അപ്പോൾ എന്താ? റിഡക്ഷൻ. സിങ്ക് 0 നിന്ന് +2ലേക്ക് വന്ന ഓക്സിഡേഷൻ. ഇറ്റ് സെൽഫ് അണ്ടർഗോസ് ഓക്സിഡേഷൻ മീൻസ് ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. റിഡക്റ്റൻറ്റ്. Cu2+ into Cu, 2+ into Cu, 2+ into 0. Reduction itself undergoes reduction means oxidizing agent. So this is the oxidizing agent. അപ്പോൾ ഒന്ന് റെഡ്യൂസിങ് ഏജൻറ്റ്, മറ്റേത് ഓക്സിഡൈസിങ് ഏജൻറ്റ്. രണ്ടിനിടയിൽ എന്ത് വന്നു? റിഡോക്സ് റിയാക്ഷൻ വന്നു. കണ്ടോ? കുഴപ്പമില്ലല്ലോ? ഇല്ല. ഇനി നോക്കി, റെഡ്യൂസിങ് ഏജൻറ്റ് എന്ത് ചെയ്തു? റെഡ്യൂസിങ് ഏജൻറ്റ് റെഡ്യൂസസ് ദിസ് വൺ ഇൻറ്റു ദാറ്റ് വൺ. ഇതെന്താ സംഭവിച്ചത്? ഡിസ്പ്ലേസ്മെൻറ്റ്. ആരാരെ ഡിസ്പ്ലേസ് ചെയ്തു? സിങ്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഡിസ്പ്ലേസ് ചെയ്യാവുന്ന ആളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കി. റിഡക്ഷൻ പൊട്ടൻഷ്യൽ സിങ്ക് കോപ്പറിനെയാണ് ഡിസ്പ്ലേസ് ചെയ്ത്. സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താ? മിനിമാണ്, കുറവാണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ ആൾക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയ ആളെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ ആൾക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയ ആളെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനിടയിലുള്ള ഡിഫറൻസ് കുറവാണെങ്കിലോ ഇവിടുന്ന് അങ്ങോട്ട് പോലും പോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതൽ നടത്താം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ കൂടുതലാണെങ്കിലോ ഇത് പെട്ടെന്ന് ഇയാളെ ഡിസ്പ്ലേസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ബെസ്റ്റായിട്ട് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്, അപ്പോൾ പെട്ടെന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഡിഫറൻസ് കുറവാണെങ്കിലോ വലിയ ഡിസ്പ്ലേസ്മെൻറ്റ് വരുള്ളൂ. മനസ്സിലായില്ലേ? അവിടെയാണ് കോമ്പറ്റീഷൻ വരിക. ക്ലിയർ ചെയ്തോ? യെസ്. എവിടെ? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കുറവാണെങ്കിൽ
മെല്ലെ ഡിസ്പ്ലേസ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങോട്ടുള്ള ഒരു ചാൻസ് കൂടെ വരും. അപ്പോഴാണ് എന്തിലേക്കൊക്കെ വരിക, ഇക്വിലിബ്രിയത്തിലേക്കൊക്കെ വരിക. റിവേഴ്സ് കൂടെ നടക്കേണ്ട ചാൻസുകൾ വന്നു തുടങ്ങും. മനസ്സിലായോ? ഡിപ്പെൻഡിങ് അപ്പോൺ ദി കേസ്. ക്ലിയർ ആണത്? അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞയാളാണ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. അയാൾ എന്ത് ചെയ്യും? അതിനേക്കാളും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയയാളുടെ അയോൺസിനെ സൊല്യൂഷന് ഡിസ്പ്ലേസ് ചെയ്യും. പഠിച്ചോ? അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞയാളാണ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. അയാളാണ് മോർ ഇലക്ട്രോ പോസിറ്റീവ് ലെസ് ഇലക്ട്രോ പോസിറ്റീവിനെ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ NCERT നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ആക്ടിവിറ്റി സീരീസ് കാണാം. ആക്ടിവിറ്റി സീരീസിൽ ഫ്ലൂറിൻ അവിടെ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് കാണിച്ചത് കാണാം. വൺ ഓഫ് ദി സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഫ്ലൂറിൻ. അപ്പോൾ അയാൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അങ്ങനെ വന്ന് ലിഥിയം വരുമ്പോൾ അയാൾക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ മിനിമം മീൻസ് ഇറ്റ് ഈസ് എ ബെറ്റർ റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പം നല്ല റെഡ്യൂസിങ് ഏജൻ്റായിട്ടാണ് അയാൾ വരിക. അപ്പോൾ ലിഥിയം നല്ല സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റായിട്ടും വർക്ക് ചെയ്യും. ആ ആക്ടിവിറ്റി സീരീസ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് അത്. ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അവർ പറയും അലൂമിനിയം, മഗ്നീഷ്യം, സിങ്ക്, ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ഓർഡർ എന്ന് പറയും. വെറുതെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ പറയുള്ളൂ. അപ്പോൾ മനസ്സിലായിക്കൊള്ളണം അത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇതാണ് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഓർഡർ. അപ്പോൾ മനസ്സിലായിക്കൊള്ളണം ഇയാളാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. നമുക്ക് വാല്യൂസ് 3 പേരെടുക്കാം. സിങ്ക്, പിന്നെ നമുക്കാരാ അലൂമിനിയം, നമുക്ക് മഗ്നീഷ്യം. ഇതാണ് സിങ്ക്, അലൂമിനിയം, മഗ്നീഷ്യം. ഇതാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂവിൻ്റെ ഓർഡർ എന്ന് വിചാരിക്കുക. ഇത് അപ്പോൾ മനസ്സിലായി. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെയാണ് മിനിമം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളാണ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇയാൾ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആയതുകൊണ്ട് അലൂമിനിയത്തിനെ അതിൻ്റെ സൊല്യൂഷന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. സൊല്യൂഷനിൽ എങ്ങനെയാണ് അലൂമിനിയം കൊടുക്കുക? Al3+ ആയിട്ട് അതിനെ Al ആക്കിയിട്ട് ഡിസ്പ്ലേസ് ചെയ്യും. സിങ്ക് എവിടെയാണ് നിൽക്കുക? സിങ്ക് 2+ ആയിട്ട് സൊല്യൂഷനിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? സിങ്ക് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. സോ മഗ്നീഷ്യം ക്യാൻ ഡിസ്പ്ലേസ് സിങ്ക് ആൻഡ് അലൂമിനിയം ഫ്രം ഈ സാൾട്ട് സൊല്യൂഷൻ. ഇതിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇയാൾക്കല്ലേ കൂടുതൽ? അതെ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുക എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അപ്പോൾ സിങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? സിങ്ക് കണ്ടോ? സിങ്ക് ഏത് ഫോമിൽ നിൽക്കും? Zn2+ ഫോമിലേക്കാണ് വരിക. അപ്പോൾ Zn2+ന് ഇയാളെയും പിടിച്ച് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. സിങ്കിനല്ലേ Zn2+ന് ഇതിനെതിനെയും പിടിച്ച് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. കണ്ടു? അത് A > B > C. ഇതാണ് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഓർഡർ എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെയാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മിനിമം. അപ്പോൾ അയാളാണ് ആര്? സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അയോൺസിനെ റെഡ്യൂസ് ചെയ്ത് അയാളെ ഡിസ്പ്ലേസ് ചെയ്യും. ഇതിൻ്റെ അയോൺസിനെ റെഡ്യൂസ് ചെയ്ത് അതിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഇയാൾക്കല്ലേ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? അതെ. അപ്പോൾ ഇയാൾ ആരാ? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. ആരാ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്? ഇയാളുടെ അയോൺസ് ആണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, അല്ലാണ്ട് A അല്ല. എയുടെ അയോൺ ആരാ? ഒരു An+. അപ്പോൾ An+ ആണ് ആര്? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അയാൾ എന്ത് ചെയ്യും? ബീനെയും സീനെയും ഓക്സിഡൈസ് ചെയ്ത് മാറ്റും. ബീൻ്റെയും സീൻ്റെ അയോൺസിനെ അല്ല, ബീനെയും സീനെയും അയാൾ ഓക്സിഡൈസ് ചെയ്യും. ക്ലിയർ ചെയ്തോ? ഇതാണ് ഓർമ്മിച്ച് വെക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമുക്ക് സെക്കൻഡ് ഇയർ കവർ ചെയ്യാനുണ്ട്. ആ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തൊരു പാർട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ദെൻ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂസ്, ആ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂസ് ഗ്രൂപ്പ് ചെയ്തിട്ട് ആക്ടിവിറ്റി സീരീസ്, ആ ആക്ടിവിറ്റി സീരീസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരും. അത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ക്ലിയർ ആണല്ലോ? പിന്നെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണുന്ന ഇക്വേഷനോട് ഓർമ്മിക്കുക. E0 കാഥോഡ് മൈനസ് E0 ആനോഡ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, അത് മാത്രമേ അവിടെ ചോദിക്കേണ്ട പ്രോബബിലിറ്റീസ് ഉള്ളൂ. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ റിഡോക്സ് റിയാക്ഷൻ്റെ ഒരു സെഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ചാപ്റ്റേഴ്സിൽ NCERT പറഞ്ഞ എല്ലാ പോയിൻറ്റ്സുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ എക്സസൈസ് പാർട്ടിലേക്ക് വരണം. എക്സസൈസ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ അടുത്തൊരു സെഷനിൽ നമ്മൾ അതിൻ്റെ എക്സസൈസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, എക്സസൈസ് എന്നുള്ള സെലക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യൂ കേട്ടോ. അതിന് മുമ്പ് നിങ്ങൾ തിയറി, ഈ ഏരിയാസ് NCERT വേർഡ് ബൈ വേർഡ് എവറി നുക്ക് ആൻഡ് കോർണർ
തറവാക്കി വെക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു.